Kalyani Gopakumar. I'm Malvika Mohan. Welcome to Walk With Me. Thank you so much. How are you doing? Yeah, സുഖം. അപ്പം പവർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ഒരാളാണ്. ആൻഡ് ടെൽ മീ ഹൗ ഡിഡ് യു ട്രാൻസിഷൻ ഫ്രം എഞ്ചിനീയറിംഗ് ടു സ്റ്റോറി ടെല്ലിംഗ്? ഓക്കെ, ആക്ച്വലി എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ലൈക്ക് എംടെക്കും കഴിഞ്ഞിട്ട് പവർ സിസ്റ്റത്തിൽ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു 3 ഇയേഴ്സോളം വർക്ക് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ ജനിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് വന്നു. ഓക്കെ. അപ്പം പിന്നെ ഈ ഒരിടത്തൊരിടത്ത് തുടങ്ങുന്നതും ഈ അരവിന്ദന് കഥ പറഞ്ഞു തുടങ്ങിയാണ് ഒരിടത്തൊരിടത്ത് തുടങ്ങുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റ്. ആ ഒരു ബ്രേക്കിന് ശേഷം പിന്നെ ഒരിടത്തൊരിടത്തും അതുപോലെ തന്നെ പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ഫേം, ആ 2 മേഖലയിലോട്ടാണ് പിന്നെ തിരിയുന്നത്. സോ ഈ ഒരിടത്തൊരിടത്ത് ബൈ കല്യാണി എന്ന് പറയുമ്പോൾ അതൊരു കഥ തുടങ്ങുന്ന മാതിരിയാണ് അതിന് തുടങ്ങുന്നത്. സോ ഹൗ ഡിഡ് യു കം അബൌട്ട് ദാറ്റ് നെയിം? ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരിടത്തൊരിടത്തെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കഥയാണ്. ആൻഡ് ഒരിടത്തൊരിടത്ത് ബൈ കല്യാണി എന്ന് പറയുന്നത് അതിൽ കഥ എന്ന് വെച്ചാൽ എല്ലാം കഥയിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം അത് തന്നെയാണ് ഒരിടത്തൊരിടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം പെട്ടെന്ന് കഥയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒന്നിൽ നമ്മൾ പറയും പണ്ട് 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 എന്ന് പറയും, അല്ലെങ്കിൽ ഒരിടത്തൊരിടത്ത് ഇങ്ങനെ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയും. അപ്പം അതെല്ലാം കൂടെ കണക്ട് ചെയ്തപ്പം ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞാൽ കഥ എന്നുള്ളൊരു ഇത് ഓർമ്മ വരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ഓൾസോ യു സ്പെഷ്യലൈസ് ഇൻ മലയാളം സ്റ്റോറി ടെല്ലിംഗ് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? കാരണം നമ്മളിപ്പം കുട്ടികൾക്ക് എപ്പോഴും ബുക്സ് റീഡ് ചെയ്ത് തുടങ്ങുന്ന ചിൽഡ്രൻസ് ബുക്ക് കൂടുതലും ഇംഗ്ലീഷിലാണ് കണ്ടുവരുന്നതും. ആൻഡ് അതൊരു ഹാബിറ്റാണ്. നൈറ്റ് ടൈം ബെഡ് സ്റ്റോറീസ് മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ ഇംഗ്ലീഷ്. ഈ മലയാളം കഥകൾ പറഞ്ഞു തുടങ്ങാനുള്ളൊരു ഇതെങ്ങനെയാണ്? അല്ല, അത് ഞങ്ങളുടെ ഒരു പോളിസി തന്നെ ആയിരുന്നു. വീട്ടിൽ ഇപ്പം അരവിന്ദന് കഥ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ വീട്ടിൽ നമ്മൾ മലയാളം തന്നെ സംസാരിക്കും, മദർ ടങ് ഫോക്കസ് ചെയ്യും എന്നുള്ളത് ഒരു പോളിസി ആയിട്ട് വെച്ചിരുന്നത്. ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോന് മലയാളത്തിൽ തന്നെ കഥ പറഞ്ഞു തുടങ്ങി. പിന്നെ കണക്ട് ചെയ്ത് വന്നപ്പോൾ ഇപ്പം നമ്മുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് മലയാളത്തിൽ തന്നെ പറയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ എസൻസ് അത് നമുക്ക് അങ്ങോട്ട് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് മദർ ടങ് തന്നെ ഫോക്കസ് ചെയ്തു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് മദർ ടങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കുട്ടി ഏത് എന്താ പറയുക ഈവൻ സയൻസും മാത്സിലും ഒക്കെ സ്ട്രോങ് ആയിരിക്കും. ഓൾസോ അതർ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ അതിന് നല്ല സ്ട്രോങ് ആക്കിയ ഒരു ബേസ് കൊണ്ടുവന്നാൽ പിന്നെ ആ കുട്ടിയെ ബാക്കി നമ്മൾ ലാംഗ്വേജ് ആണെങ്കിലും പറ്റാത്തൊരു ഭാഗമാണ്. ഇപ്പൊ കൂടുതലും വേറൊരു രീതിയിലാണ് ആ ഒരു കൾച്ചർ പോകുന്നത്. ബട്ട് മേ ബി അത് തിരിച്ചു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നൈസ്. സോ യു ഓൾസോ ഹാവ് സെഡ് ദറ്റ് ഗ്രാൻഡ് പേരൻസ് ആണ് കഥകൾ പറയാൻ ഇൻസ്പയർ ചെയ്തു എന്നുള്ള. അപ്പം അങ്ങനത്തെ ഒരു കഥ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇപ്പോഴും സംതിങ് ദാറ്റ് സ്റ്റേസ് വിത്ത് യു എന്താണ്? എന്ന് വെച്ചപ്പം എൻ്റെ 2 അമ്മൂമ്മമാരും, എൻ്റെ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന കൊളച്ചൽ കന്യാകുമാരി ആ സൈഡിലാണ്. അപ്പോൾ അവിടുത്തെ കഥകൾ എന്ന് പറയുന്നത് കൂടുതലും ഫോക്ക് ടെയിൽസ്, ആ നാട്ടിലെ കഥകൾ തന്നെ മനസ്സിലായി. അപ്പോൾ അത് ഭയങ്കര രസമാണ്. ഇപ്പം എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ അവിടെ ഉള്ള ആൾക്കാർ ആ പേരുകളും രസമായിരുന്നു. ഇപ്പം എൻ്റെ വലിയ അപ്പൂപ്പന് ഒരു ബോഡി ഗാർഡ് പോലെ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നു. പുള്ളിയുടെ പേര് ബ്രഹ്മാണ്ടം. പിന്നെ അവിടെ ഉള്ള ബാക്കിയുള്ളവരുടെ പേര് പൂമാല, മുത്താരം, ഏക്കിയമ്മ, അങ്ങനെയുള്ള കുറേ ക്യാരക്ടർ. അപ്പൊ ഇവരൊക്കെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ അതിൽ ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നെ അവിടുത്തെ കുറേ കഥകൾ എന്ന് പറയുന്ന കുറേ യക്ഷി കഥകൾ, ഒരു മാടൻ്റെ അമ്പലം ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള രീതിയിലായിരുന്നു അവിടുത്തെ. അപ്പൊ ആ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും എനിക്ക് ഭയങ്കര എൻ്റെതായ രീതിയിൽ ഞാൻ കുറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രമായിരുന്നു. അപ്പം അമ്മുമ്മ പറഞ്ഞു വന്ന കൂടുതൽ പുരാണത്തിൻ്റെ കഥകൾ അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലായിരുന്നു. അപ്പം എനിക്ക് ആ 2 സൈഡിലെയും കഥകൾ ഒരു 2 രീതിയിലാണ്. അതിലിപ്പോൾ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇവിടെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ക്യാരക്ടറുണ്ട്, അങ്ങാരവല്ലി എന്നാണ് പറയുന്നത്. അങ്ങാരവല്ലിയുടെ അമ്മുമ്മ അതൊരു പാട്ടായിട്ടാണ് പാടുന്നത്. പാട്ടും കഥയും അങ്ങനെ. അമ്മുമ്മ സ്കൂളിൽ അമ്മുമ്മയുടെ ഒരു ആനുവൽ ഡേ
ഡേക്ക് ചെയ്തൊരു പ്രോഗ്രാം. അമ്മൂമ്മ അത് ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്നും രാത്രി അത് കേട്ടാലേ, കാരണം ആ പാട്ടിനൊരു ട്യൂണുണ്ട്, ഓരോ ഇതിനും ഓരോ ട്യൂണാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പം ആ അങ്ങാരവല്ലി എന്ന് പറയുന്നത് ശരിക്കും സിൻഡ്രലയാണ്. ഓ അപ്പോൾ സിൻഡ്രലയുടെ ഒരു മലയാളം ഒരു വേർഷനാണ് ശരിക്കും അങ്ങാരവല്ലി. അത് ശരിക്കും എല്ലാവർക്കും അങ്ങനെയാണോ അതെനിക്ക് അറിയില്ല. പക്ഷെ did you connect it yourself in your head or is it something അങ്ങനത്തെ ഒരു folklore ആണോ അത്? അല്ല, അമ്മൂമ്മ പറയുന്ന അമ്മൂമ്മയുടെ ആ പാട്ട് ടീച്ചർ, പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ അങ്ങാരവല്ലി എന്നുള്ള പേരിൽ ഇതങ്ങ് എഴുതി, എന്നിട്ട് അവരെ പഠിപ്പിച്ചു. അമ്മൂമ്മ അത് പറയുന്നു. പക്ഷെ ഞാൻ പിന്നെ സെർച്ച് ചെയ്തിട്ടൊന്നും ഞാൻ എവിടെ അങ്ങാരവല്ലി എന്നുള്ള കണ്ടില്ല. പക്ഷെ എനിക്കെപ്പോഴും സിൻഡ്രലയുടെ മലയാളം എന്ന് പറഞ്ഞാൽ അത് അങ്ങാരവല്ലിയാണ്, അതിനൊരു പാട്ടുണ്ട്, ആ കഥയുണ്ട്. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ എനിക്ക് അത് ഒത്തിരി ഇഷ്ടമുള്ളൊരു കഥയാണ്. ഓൾസോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പം കുട്ടികൾക്ക് സോ മച്ച് സ്ക്രീൻ ടൈം അല്ലേ ഫോർ ദം. അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു keep their attention in storytelling when you do a session? അത് ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുട്ടികൾ പെട്ടെന്ന് ഈ പറയുന്ന പോലെ അറ്റൻഷൻ സ്പാൻ വളരെ വളരെ കുറവാണ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കും, പിന്നെ ഇങ്ങനെയൊക്കെ നോക്കും, ഫ്ലോട്ട് പിന്നെ ഭയങ്കര ഹൈപ്പറാണ്. ചിലപ്പോൾ എണീറ്റ് പോവും, തിരിച്ച് വരും, അങ്ങോട്ട് പോകും, ഓരോന്ന് അതെന്താ അങ്ങനെ ഒരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി എന്ന് പറയുന്നതാണെങ്കിലും പണ്ടത്തെ പോലെ കഥ പറയണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇരുന്ന് പണ്ടത്തെ പോലെ കഥ പറയുക എന്നുള്ളതാണ്. അപ്പം കൂടുതലും ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ നറേഷനിലെ ചേഞ്ചസ് ആണ്. ഇപ്പം അവരിങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടോൺ ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പം പിന്നെ അവരെ ഇപ്പം എന്തോ വലിയ സംഭവം സംഭവിക്കാൻ പോവാണെന്നുള്ള രീതിയിലൊന്ന് നോക്കും. അപ്പം ആ രീതിയിലാണ് ഇപ്പം ഞാൻ അറ്റൻഷൻ സ്പാൻ പിടിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ബേസിക്കലി നറേഷൻ ആണ്, അതെ, ആ ഒരു വോയിസ് കൊണ്ട് അല്ലെങ്കിൽ സൗണ്ട്, ആ നറേഷൻ്റെ രീതിയിൽ വരുന്ന ചേഞ്ചസിലാണ് കുട്ടികളെ ഒന്ന്. പിന്നെ ഇടയ്ക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചേർക്കും. അത് വളരെ ചെറിയ അപ്പൊ ചിലപ്പോ ഇവര് ആ സെഷൻ കഴിഞ്ഞ് പോകുമ്പോ തന്നെ അതങ്ങ് പഠിക്കും. അപ്പം അങ്ങനെ അപ്പൊ ആ ഒരു ബ്രേക്ക് വരും, അവരുടെ ആ ഒരു മനസ്സിൽ നിന്ന് ഒരു ചേഞ്ച് വന്ന ഒരു പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും മനസ്സിലായി. ആ രീതിയിലും അത് ചെയ്യാം. ഇപ്പം മലയാളം കഥകൾ എസ്പെഷ്യലി എന്താ പറയാ, നമ്മുടെ ഒരു ഹിസ്റ്ററി, കൾച്ചർ, ഇതിഹാസം, എന്താ പറയുക, പുരാണങ്ങൾ, ഓൾ ഓഫ് ദാറ്റ് അല്ലേ. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ഫോർ ചിൽഡ്രൻ ടു പിക്ക് ദാറ്റ് അപ്പ് ഇൻ ദിസ് ഡേ ആൻഡ് ഏജ്? കാരണം ഇപ്പം അതിൽ പല കാര്യങ്ങളും അവർക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. പക്ഷെ നമുക്കിങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, നമുക്കിങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, അതും അവരെ അറിയണം. അതെ, കാരണം നമുക്ക് അത്രയും ഒരു റിച്ച് കൾച്ചറും ട്രഡീഷനും ഉള്ള ഒരു സ്ഥലം. അതെ. അപ്പം അത് അവരിലോട്ട് കൊണ്ടുവരിക, അത് അവരും അറിയണം. ആ വാല്യൂസും ആ ഒരു വാല്യൂ സിസ്റ്റവും അതൊക്കെ അവർ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് അത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. പലതും അവർ കാണുന്നില്ല, പക്ഷെ അവർ കേട്ടും മനസ്സിലാക്കിയും പിന്നെ അവരതിനെപ്പറ്റി ചിലപ്പം വീട്ടിൽ പോയിട്ട് ചോദിക്കാം, അവരതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ അല്ലാത്ത കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും, അത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഗ്ലോബൽ കഥകളാണ്, അത് എവിടെയും സ്റ്റോറി ബുക്സിനകത്ത് എല്ലാം വരുന്ന കാര്യം. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മുടെ ഒരു കൾച്ചറും ട്രഡീഷനും കൂടെ ചേർത്ത് വെച്ചുള്ള കഥകൾ പറയുമ്പോഴത്തേക്കും അത് അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസും പിന്നെ ഒരു റൂട്ടഡ് ആക്കാനും വാല്യൂസ് മനസ്സിലാക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. So, what do you consider as a success of a storytelling session? Is it എന്താ പറയുക, അത് ഓർത്തിരിക്കുന്നതാണോ, അതൊരു അപ്ലോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ആണോ, അതൊരു കുട്ടിയുടെ റിയാക്ഷൻ ഓർ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പെർമനന്റ് ചേഞ്ച് എന്താണ്? വാട്ട് ഈസ് ദി സക്സസ് ഫോർ യു? ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു സക്സസ് ആയിട്ട് തന്നെ ഞങ്ങൾ, കാരണം ഓരോ സെഷനും ഓരോ രീതിയിലാണ്, ഓരോ ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ്. അപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് ആണ്, ഓരോ ഇതിൽ പോകുമ്പോഴും ഓരോ രീതിയിലാണ്. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ഏതൊരു സെഷന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം, ആ കുട്ടികൾ ഹാപ്പി ആവണേ, അവരെ എനിക്ക് സന്തോഷിപ്പിക്കാൻ. കാരണം ഒരു സെഷൻ കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുക, അയ്യോ അവർ ഇത്രയും നേരം വന്നിരിക്കുകയാണ്, അവർ ഞാൻ പറയുന്നത് അവരിൽ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വരുത്തും. അപ്പോൾ അത് അവർക്ക്
ഏറ്റവും കൂടുതൽ നന്നായി തന്നെ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണേ എന്നാണ് ഞാൻ എപ്പോഴും Also be വിചാരിക്കുന്നത്. interested to attend more sessions like this, even if it's not yours. അതൊരു ഒരു കൾച്ചറായി മാറണം. അതാണ് എന്ന് വെച്ചപ്പോൾ ഒരിടത്തൊരിടത്ത് തുടങ്ങുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ അതാണ്, കുട്ടികളിലോട്ട് ഇത് പറയുകയാണെങ്കിലും ഒരു കൾച്ചർ, ഒരു അവയർനെസ്, അല്ലെങ്കിൽ ആ ഒരു മലയാളം സ്റ്റോറി ടെല്ലിംഗ്, ഓറൽ സ്റ്റോറി ടെല്ലിങ്ങിനെ ഒന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരിടത്തൊരിടത്തിൻ്റെ ഒരു മെയിൻ ഫോക്കസ് ആയിട്ട് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. നൈസ്. അപ്പം വെൻ യു ആർ റീടെല്ലിംഗ് എ ഫോക്ക് ടെയിൽ, ഇതിനകത്ത് എത്രത്തോളം അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഡു യു അഡാപ്റ്റ് ഇറ്റ് ഫോർ ടുഡേസ് ചിൽഡ്രൻ? അങ്ങനത്തെ ഒരു ഇതുണ്ടോ, അതോ നമ്മൾ ആ കഥകൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണോ പോകുന്നത്, അത് കുറച്ച് ക്രിയേറ്റീവ് ഫ്രീഡം എടുക്കാറുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളിൽ? കൂടുതലും ഇപ്പം ചില വാക്കുകളൊക്കെ അങ്ങനെ തന്നെ പറയണം എന്നുള്ള രീതിയിലാണ്. കാരണം അപ്പം ആ വൊക്കാബുലറി അത് അവരിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് മനസ്സിലാവില്ല. അപ്പം ഇംഗ്ലീഷിലാണെങ്കിലും അല്ലെങ്കിൽ അവർക്കറിയാം എന്നുള്ള ക്യാരക്ടേഴ്സും ആയിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് വിടും. ഇപ്പം മഹാബലിയുടെ കഥ പറയുമ്പം വാമനൻ, ഞാൻ പറയുമ്പോൾ പറയും വാമനൻ ആകാശം മുട്ട വളർന്നു എന്ന് പറയും. അപ്പം അവരിങ്ങനെ ആകാശം മുട്ട വളർന്നു എന്ന് പറഞ്ഞാൽ അപ്പം അതെങ്ങനെ അത്രയും വളരുമോ? അത് അപ്പം ഞാൻ പറയും നിങ്ങളുടെ ഹൾക്കിനെക്കാളും അപ്പൊ അവർ പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യും. അല്ലാതെ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിരുന്ന ഒരാള് അത്രയും വലുതെന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ പെട്ടെന്ന്. പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഓ ഹൾക്കിനെക്കാളും വലുതോ, അത്രയും വലുതാവാൻ പറ്റും. അപ്പോൾ അത് എത്ര വലുതാണ് എന്നുള്ളത്. അപ്പം ചില കാര്യങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യും. പക്ഷെ കൂടുതലും എല്ലാം ആ രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ ഒട്ടും മനസ്സിലായില്ലാതെ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. പിന്നെ ഇപ്പം മോറലൊക്കെ പറയുമ്പോൾ മോറലായിട്ട് പറയാറില്ല, കഥയിലൂടെ അങ്ങ് പറയാണ്. ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയും. And how important is storytelling for the development of a child's imagination? അത് വളരെ വളരെ ഞാൻ ഇപ്പം മാളവിക എടുത്തപ്പോൾ ഞാനൊരു കഥ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ കഥ പറയുമ്പം അത് മാളവികയുടെ മനസ്സിൽ വരുന്നത് മാളവികയുടെ തന്നെ ഒരു കഥയായിരിക്കും. വളരെ ക്രിയേറ്റീവ്. ഇപ്പം ഞാനൊരു മരം പറഞ്ഞാൽ പോലും ആ മരം വരും, അതിൻ്റെ അടുത്തൊരു പുഴ വരും, അതിൽ കുറേ കിളികൾ വരും. ഇങ്ങനെ പറയുമ്പം ഇങ്ങനെ നമ്മൾ അതിനെ നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പം അത് തന്നെയാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു പവർ. ഇപ്പം നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു, അതേ പിന്നെ അവരുടെ മനസ്സിൽ വരുള്ളൂ. പക്ഷെ ഇപ്പം ഞാനത് പറയുമ്പോഴത്തേക്കും അവരവരുടെ നമ്മൾ അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച. അപ്പം എപ്പോൾ പറഞ്ഞാലും എനിക്ക് അതൊക്കെ കൂടി ഇങ്ങനെ മനസ്സിൽ വരും. പക്ഷെ അത് കണ്ടു കഴിയുമ്പം നമുക്കത് തീരും. അത് ഞാൻ എപ്പോഴും പറയാം. ഇപ്പം എൻ്റെ മകന് ഹനുമാനെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഹനുമാൻ എന്ന് വെച്ചാൽ എന്താ ഒരു സൂപ്പർ ഹീറോ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം രാത്രി കിടക്കാൻ നേരം പ്രാർത്ഥിച്ചിട്ട് കിടന്ന സ്വപ്നം കാണില്ല എന്ന് പറയും. പിന്നെ കഥകളിലാണെങ്കിലും മരുത്വം അല്ലെങ്കിൽ മല പൊക്കി വന്നു, അതൊക്കെ ഭയങ്കര അങ്ങനെ ഒരു. അപ്പം മോൻ്റെ മനസ്സിൽ എങ്ങനത്തെ ഹനുമാനായിരുന്നു എന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് എപ്പോഴോ ഒരു ടി വിയിൽ എന്തോ ഒരു അനിമേറ്റഡ് സാധനം കണ്ടതിന് ശേഷം മോനിങ്ങനെ ഓടി വന്നു, അമ്മേ ഹനുമാൻ ഇത്രയും മസിലുണ്ടായിരുന്നോ, ഇങ്ങനെയാണോ ഇരുന്നത്? അപ്പം ഞാൻ വെച്ചു അയ്യോ എന്തായിരുന്നു മോൻ്റെ മനസ്സ്. പക്ഷെ പിന്നെ എപ്പോഴും പറയുമ്പോൾ ഭയങ്കര ഒരു വേറൊരു ഫീലാണ് മോന്. ഓക്കെ, ഹനുമാൻ ഭയങ്കര മസിലൊക്കെ ഉള്ള ഒരാള്. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ. പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ, വലുതാവുമ്പോൾ നമുക്കതൊന്നും ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 6 years വരെ എങ്കിലും നമ്മൾ ആ ഒരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ അവർക്ക് കൊണ്ടുവരാനായിട്ട് ഈ സ്റ്റോറി ടെല്ലിങ്ങിന് കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? വാട്ട് ഈസ് ദി ഏജ് ഗ്രൂപ്പ് ദാറ്റ് യു നോർമലി ഡു ദീസ് സെഷൻസ് വിത്ത്? ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു 3 to 6 അല്ലെങ്കിൽ 3 to 8 എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. എന്നുവെച്ചാൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പം സ്റ്റോറി ടെല്ലിങ്ങിന് അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ല. പ്രായഭേദമന്യേ എല്ലാ ഏജിലുള്ളവരും അതിലൊരുപാട് ഇഷ്ടമാണ്. അവർക്കൊക്കെ കഥ കേട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പൊ കുട്ടികൾ മാനേജ് ചെയ്യാൻ അവരിങ്ങനെയൊക്കെ ആവുന്നെങ്കിൽ വലിയവർ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഇതിങ്ങനെ എനിക്കിങ്ങനെ മനസ്സിലാവും. ഓക്കെ, അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പൊ അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പ് ഇല്ലാതെ കഥ കേൾക്കാൻ എല്ലാവരും കഥ പറയുന്നുണ്ട്. ഇപ്പൊ കുറേ സെഷൻസ് ആയി. ഇപ്പൊ വലിയവർക്കും ഇപ്പൊ ഒരു IT
ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളാണെങ്കിലും കുറേ നാളായില്ല ഇങ്ങനെ ഇരുന്നൊക്കെ കഥ കേട്ടിട്ട്. അപ്പം അങ്ങനെ ഇരുന്ന് അതും പഴയ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകൾ ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതൊരു സുഖം. So you were also talking about the portrait, അല്ലേ? അപ്പം it's an interior design and execution firm. എങ്ങനെയാണ്, how do you draw a parallel between these two creative worlds? അതെ, ഇപ്പം ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ അതാണ് അതിലെ കണക്ഷൻ. ഞാൻ ഇപ്പം ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നെങ്കിലും എപ്പോഴും ഒരു ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ഒരു ബാക്കിയുമൊക്കെ എന്താണ് ചെയ്യുന്നത് അതിൽ 100% കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താലും ഒരു 100% ഏതാണ്. പക്ഷെ ഇപ്പം ഈ രണ്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് ഫീൽഡാണ്. അപ്പം സന്തോഷം തരുന്നുണ്ട്. സോ പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷിഫ്റ്റ് എനിക്ക് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല. മറ്റതിലാണെങ്കിലും ഞാൻ ഈ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ഒക്കെയാണ്. ഒരു റൂം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ 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 ആദ്യം ഞാൻ മനസ്സിലാണ് ചിന്തിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പൊ കഥയിലും ആ ഒരു ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും. അപ്പൊ ആ കണക്റ്റാണ് ഞാനിപ്പോ രണ്ടിലും കാണുന്നത്. എന്താണ് ഇപ്പൊ അരവിന്ദിന് ഒരു അമ്മയായിട്ട് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും and when you are in a session doing storytelling to a bunch of kids or adults for that matter, എന്താണ് ആ ഒരു ഹ്യൂജ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ അതെന്താണ്? അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അമ്മയും മോനും കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് പേര് കഥ പറയുമ്പം അവിടെ അവരുടെ ഇടയിൽ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്, ഒരു ബോണ്ടിങ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അത് വളരെ നല്ലൊരു സമയവുമാണ്. ഇപ്പം ഞാൻ ഇപ്പം എല്ലാവരോടും പറയും എന്താ വെച്ചാൽ, ഇപ്പം ഒരു കുട്ടി ഏറ്റവും ഫ്രീ ആയിട്ട് ഏറ്റവും ഒരു കംഫർട്ടബിൾ സ്പേസിലാണ് നമ്മൾ ഈ രാത്രിയിലാണെങ്കിൽ ആ കഥ പറയുന്ന സമയം. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴൊന്നും പറയാത്ത പല കാര്യവും ചിലപ്പോൾ നമ്മൾ ഈ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു, അത് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം അവിടെ സ്കൂളിലും നടന്നു എന്ന് നമ്മളോട് കുറേ കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഇപ്പോൾ പേരൻസിനെ കൊണ്ടുവരാനാണെങ്കിലും എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോടത് വന്ന് പറയാം എന്നുള്ളൊരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു സമയം കൊണ്ട് യെസ് അത് തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പം ഞാനൊരു സെഷൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്ന അവിടെ ആ ഒരു കുറച്ച് നേരം കൊണ്ട് എനിക്കൊരു ഇമോഷണൽ കണക്റ്റ് ആയിരിക്കില്ല ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഞാൻ കൊടുക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ, ആ കഥകളിലോട്ട് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടുക. അവരെ അതൊക്കെ ഇപ്പം പറയുന്ന ഇപ്പം കൾച്ചർ ആണെങ്കിലും ട്രഡീഷൻ ആണെങ്കിലും അതുമൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടുക. അതിലൊക്കെ ഒരു ഇഷ്ടം കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പല വേർഡ്സും പറഞ്ഞാൽ അത് അവർ വീട്ടിൽ പോയി അത് അമ്മയോടും അച്ഛനോടും ചോദിക്കുക. ആ ഒരു കാര്യം ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് സ്റ്റോറി ടെല്ലിംഗ് സെഷൻസിലൂടെ ഞാൻ ട്രൈ ചെയ്യുന്നത്. യു തിങ്ക് അത് പിന്നെ ഫാമിലിയിലോട്ടും പിന്നെ സ്കൂളിലോട്ടും ഒക്കെ അത് ലൈക്ക് ആർ ദേ ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്? അത് കൊണ്ടുപോകണം എന്നാണ്. അപ്പം ഞാൻ ഇപ്പം സെഷൻസ് ചെയ്യുമ്പോൾ ഞാൻ പറയും, കുട്ടികളുടെ കഴിഞ്ഞിട്ട് എനിക്ക് പേരൻസിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാൻ പറ്റിയാൽ ഇതൊന്ന് കൺവേ ചെയ്ത് വിടാം. ലൈക്ക് നിങ്ങളിത് കാരണം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഇതിലെന്തോ വലിയ രസമാണ് കഥ കേൾക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാക്കി അവർ വീട്ടിൽ പോയിട്ട് പേരൻസിനോട് ചോദിക്കുമ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോഴാണ് ആ ജേർണി ആ ഒരു ഫുൾ ഇതിൽ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ പേരൻസിനോടും അതിങ്ങനെ പറയാറുണ്ട്, വീട്ടിൽ പോയാലും അല്ലെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ ട്രൈ ചെയ്താൽ എപ്പോഴെങ്കിലും ദിവസവും ഒരു അരമണിക്കൂർ കഥ തന്നെ വേണമെന്നില്ല, കഥയും കാര്യങ്ങളും പറയും. കാരണം കുട്ടികൾ വലുതാവും തോറും അവർക്കിപ്പം കഥ തന്നെ കേൾക്കണം എന്നില്ല. അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മുടെ അമ്മ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു, സ്കൂളിൽ പോയപ്പോൾ അടി കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ സ്കൂളിൽ പോയി, അല്ലെ ആ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൂപ്പനും അമ്മൂമ്മയും വഴക്ക് പറഞ്ഞു, അടി തന്നു, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് അതെ. അപ്പം അത് കുറച്ചുകൂടെ ഇപ്പം ആ പ്രായത്തിൽ അമ്മ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാ, അപ്പം കഥയും കാര്യങ്ങളും നമുക്ക് അതിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണത്. ആൻഡ് ഇപ്പം എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ഹിസ്റ്ററി ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹൗ ഇമ്പോർട്ടൻ്റ് എ പാർട്ട് ഡു യു തിങ്ക് society, especially parents and schools should hold? കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറി ടെല്ലിങ്ങിൽ ഇപ്പോൾ ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പം വീട്ടിലാണെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷണൽ കണക്റ്റും ബോണ്ടിങ്ങും ഉണ്ട്.
പിന്നെ നമുക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വലിയവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കഥയിലൂടെ നമ്മൾ നമുക്കൊരു കാര്യം പല രീതിയിൽ പറയാം. പക്ഷെ അതൊരു കഥയിലൂടെ പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അപ്പം കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ആ കഥയിലൂടെ അത് പറയുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ ഉണ്ട്. പിന്നെ ഞാനിപ്പം ഒരു അംഗൻവാടിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു അംഗനവാടിയിൽ തന്നെ ഇപ്പം 3-4 സെഷൻസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പം അവിടെ ഒരു ഫസ്റ്റ് സെഷൻ ഞാൻ ചെയ്യാൻ പോയ സമയത്ത് കുട്ടികൾ ഭയങ്കര ബഹളമായിരുന്നു, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിരുന്നു. അവർ കേൾക്കും, പക്ഷെ ചിലപ്പോൾ ഓടും, ചിലപ്പോൾ ചോദിക്കുന്നതിന് റിപ്ലൈ ഇല്ല. പക്ഷെ രണ്ടാമത്തെ കഴിഞ്ഞ് തേർഡ് സെഷൻ എത്തിയപ്പോഴത്തേക്കും ഞാൻ അതിലൊരു ചേഞ്ച് കണ്ടു തുടങ്ങി. അപ്പം ഞാൻ തന്നെ കണ്ടൊരു ചേഞ്ചാണ്. അപ്പം കാരണം സെയിം ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ്. അപ്പം ആദ്യത്തെ സെഷൻ കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, ഒരു തേർഡിലായപ്പോഴത്തേക്ക് അവർ അതിൽ പകുതിയിൽ കൂടുതൽ കുട്ടികൾ ഇരുന്ന് കേൾക്കാൻ തുടങ്ങി. പിന്നെ അത് പേരൻസിനും കൂടി ചേർത്താണ്. അപ്പം പേരൻസിൻ്റെ റെസ്പോൺസ് വന്നപ്പോഴും അവർ പറഞ്ഞു വീട്ടിൽ വന്നാലും കഥ പറയണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അവരെ നമുക്ക് ഇരുത്താനും ഈ പറയുന്ന അറ്റൻഷൻ സ്പാൻ കൂട്ടിയെടുക്കാനും ഈ കഥകളിലൂടെ സാധിക്കും, അല്ലെങ്കിൽ കഥ പറയുന്നതിലൂടെ സാധിക്കും എന്നുള്ളതിൻ്റെ എനിക്കത് അവിടെ റിസൾട്ട് പോലെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പം അതെനിക്കൊരു നല്ല ഒരു എന്താ പറയുക ഒരു ഇതുപോലെ തോന്നി. അപ്പം സ്കൂൾസിൽ ഇപ്പം അതൊരു ഇതുപോലെ നമ്മൾ എടുത്ത് ചെയ്ത ആ സ്കൂള്, പക്ഷെ അതൊരു നല്ലൊരു എന്താ റിസൾട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു കരിക്കുലത്തിൻ്റെ പാർട്ട്. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട്, കഥ പറഞ്ഞ ചില ടീച്ചേഴ്സ് വന്നിട്ട് ആദ്യം പറയുന്ന കഥയായിരിക്കും നമ്മൾ ഇപ്പോഴും അത് ഓർത്ത് വെക്കും. ഓർക്കും, അല്ലെ ആ ടീച്ചർ പഠിപ്പിച്ചതിനേക്കാളും കൂടുതൽ ആ കഥകൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും. അപ്പം നമുക്ക് ഇപ്പം ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറേ വാല്യൂസും. എന്ന് വെച്ചാൽ നമ്മൾ ശരിയും തെറ്റുമല്ല പഠിപ്പിക്കേണ്ടത്, നമ്മൾ ആ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇപ്പം കള്ളം പറയരുത്, ആരെയും ചതിക്കരുത്, അല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കരുത്. ഇതൊക്കെ നമുക്ക് അവരിൽ വളരെ ചെറിയ പ്രായത്തിലേ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ആ വാല്യൂസ് ഇൻസ്റ്റിൽ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. കാരണം ഇപ്പം അവർ വളരെ അവർക്ക് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എവിടെ പോയാലും നമ്മൾ നമ്മുടെ വാല്യൂസിൽ നിന്നത് ആ ഓരോ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരു തെറ്റുകളിലോട്ട് പോവാതിരിക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് അപ്പം ആ വാല്യൂസ് നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് ഈ ടീച്ചേഴ്സിനാണെങ്കിലും സ്കൂൾസിനാണെങ്കിലും കരിക്കുലം വഴിയൊക്കെ നമുക്കത് ചെയ്യേണ്ട ഒരു സമയമാണ്. How has becoming a storyteller changed the way you experience stories? അതിൽ വലിയ അങ്ങനെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ആകെയുള്ളൊരു വ്യത്യാസം, പണ്ട് ഈ അമ്മൂമ്മ ഒക്കെ പറഞ്ഞു തന്ന കഥകൾ ഇപ്പോഴും എനിക്ക് എപ്പോഴും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കൂടുതലും പണ്ടത്തെ കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പണ്ടതൊക്കെ അറിയായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ പറയും, ഏതെങ്കിലും അമ്മൂമ്മയെ കണ്ടാലൊക്കെ ഞാൻ അടുത്തിരുന്ന് ചോദിക്കാം എന്തെങ്കിലും കഥയുണ്ടോ. അപ്പം ആ ഒരു എന്താ പറയുക അങ്ങനെ അതെ, ആ ഒരു രീതിയിൽ മാറി. അല്ലാതെ ഇപ്പം കഥ കേൾക്കുന്ന രീതി പണ്ടും കേട്ടുകൊണ്ടിരുന്ന പോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ ചുമ്മാ പോയി അമ്മയുടെ തന്നെ അമ്മ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമോ, ഇങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് കഥ കേൾക്കുക എന്നുള്ള മാത്രമല്ല, ആ കോൺവെർസേഷൻസ് ഉണ്ടല്ലോ അത് വളരെ സുഖമുള്ള കാര്യങ്ങളാണ്. ഇപ്പം ആ കോൺവെർസേഷൻസ് വളരെ കുറവാണ്. ഇപ്പം ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു സമയം, ഒന്നും ചെയ്യാൻ മീൻസ് ലൈക്ക് ഫോണോ ഒരു മീഡിയ ഒന്നും ഇല്ലാണ്ട്. എല്ലാവരുടെ കയ്യിലും ഒരു സ്ക്രീൻ ഉണ്ട്. അത് വളരെ ഇതാണ്. അപ്പം ഞാനത് എപ്പോഴും പറയും, അറ്റ്ലീസ്റ്റ് ഞങ്ങൾ സെഷൻസ് ചെയ്യുമ്പോഴൊക്കെ പറയും മീൽ ടൈമിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, ഡിജിറ്റൽ ഫ്രീ സോൺസ് കൊണ്ടുവരിക. അത് ജസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ആ ക്വാളിറ്റി ടൈം അവിടെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമുക്ക് പണ്ട് കറണ്ട് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ വീട്ടിലുള്ളവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ക്യാൻഡലിന്റെ ചുറ്റും എമർജൻസി ലാമ്പിന് ചുറ്റും നമ്മൾ 1/2 മണിക്കൂർ സംസാരിക്കും. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമുള്ളവർക്ക് ചുമ്മാ ഇരുന്ന് സംസാരിക്കാന്നുള്ള. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സമയമില്ല. പക്ഷെ അപ്പം നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം ആ ഒരു കോൺവെർസേഷൻ. അപ്പം ഞാൻ സ്റ്റോറി ടെല്ലർ ആയതിനു ശേഷം ഞാൻ ഇപ്പം ആ കോൺവെർസേഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറേ ഇങ്ങനെ
എന്താ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നൈസ്. കല്യാണിയുടെ അഭിപ്രായത്തിൽ ന്യൂ ജനറേഷൻ മലയാളം സ്റ്റോറി ടെല്ലേഴ്സിനെ കൊണ്ടുവരാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് കുട്ടീനെ സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കും ഇത്. അപ്പം ഞാൻ പറയും ഒന്നും പഠിപ്പിക്കണ്ട, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായൊരു നറേറ്റീവ് സ്റ്റൈലുണ്ട്. ഒരു കുട്ടി ഇപ്പം കഥ പറയുകയാണെങ്കിലും ഇപ്പം ഞാനൊരു കഥ പറഞ്ഞിട്ട് അത് തിരിച്ച് എന്നോട് തന്നെ പറയാൻ പറഞ്ഞാൽ അവർ അവരുടേതായ രീതിയിൽ പറയും. അപ്പം ഒരുപാട് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പോലാണ്. ഒത്തിരി റൂൾസ് ഇടണ്ടെന്നുള്ള ആകെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കണക്ട് ചെയ്ത് സംസാരിക്കുക, ഇവിടെ വന്നിട്ട് പിന്നെയും തിരിച്ച് അങ്ങോട്ട് പോവാതിരിക്കുക, ഇങ്ങനത്തെ ഉള്ള കുറച്ച് ടെക്നിക്സ് മാത്രമേ. അതുകൊണ്ട് ഞാൻ ഇപ്പം എങ്ങനെ പറയേണ്ടതെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. ഞാൻ കഥ പറഞ്ഞു കൊടുക്കാണ്ട് ഞാൻ പറയുകയും ചെയ്യും, ഞാൻ പറയണ പോലെ ഒന്നും എവിടെയും പോയി പറയാം അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പറയുന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ സ്റ്റോറി ടെല്ലേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന കോൺവെർസേഷൻ. ഇപ്പോൾ പണ്ട് നമ്മൾ അമ്മൂമ്മയും ഒക്കെ കഥ പറഞ്ഞു തന്ന അതാരും ക്രിയേറ്റ് ചെയ്ത ഒരു സ്പേസ് അല്ല, അവര് ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അത് വന്നേ. അപ്പം നമ്മൾ കൊണ്ടുവരേണ്ട ആ ഒരു കൾച്ചറാണ്, ആ ഒരു അവയർനെസ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടിയിരുന്ന് സംസാരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ കൂടുതലും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പണ്ടത്തെ കാലത്ത് കുറച്ച് പ്രായമായ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ ഒരു ആലിൻ്റെ ചുറ്റും ഇരുന്ന് അക്ഷരശ്ലോകം പറയാം. അപ്പോൾ ചിലപ്പോൾ അതേസമയം സ്ത്രീകൾ അപ്പോൾ അവർ അതിൻ്റെ കൂടെ നാട്ടിലെ കാര്യങ്ങൾ പറയും, ബാക്കി കാര്യങ്ങൾ പറയും, അങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കും. അതേസമയം സ്ത്രീകളും അതുപോലെ വീട്ടിൽ അവരുടെ എന്താ പറയുക ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയാം, കുഞ്ഞു ഗോസിപ്സ് പറയാം. അപ്പം ആ ഒരു രീതി ഉണ്ടല്ലോ. അപ്പം അത് പണ്ടത്തെ കാലത്ത് അത് തന്നെ ഒരു തെറാപ്പി പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു കൾച്ചർ, ആ ഒരു കോൺവെർസേഷനും അപ്പം ആ പറയുന്ന കഥയും കാര്യങ്ങളുടെയും ഒക്കെ ആ ഒരു കൾച്ചറും അവയർനെസ്സും കൊണ്ടുവരിക. പണ്ട് നമുക്കൊരു തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, അത് നമ്മൾ സംസാരിക്കുകയല്ലേ. ഇപ്പം now you have to take an appointment and fix a time and be mentally prepared to have that conversation. അത്രയും മാറിക്കഴിഞ്ഞു. കല്യാണി, വാട്ട് ഈസ് ദ ബിഗ് ഡ്രീം ഫോർ ഒരിടത്തൊരിടത്ത് ബൈ കല്യാണി? എന്താണ് ഭാവി പരിപാടി? ഭാവിയിൽ ഇങ്ങനെ 2-3 പരിപാടികൾ വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ പറഞ്ഞ ഒന്ന് തന്നെയാണ് ഈ പ്രായഭേദമന്യേ കഥകൾ എല്ലാവരിലോട്ടും എത്തിക്കുക. ആ ഒരു പണ്ടത്തെ ഒരു കൾച്ചർ ആൻഡ് ട്രഡീഷൻ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിനെ റിവൈവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാനുള്ള ചെറിയ പ്ലാൻസ്, but it's there. All the best for that. I hope that it really thrives. Thank you so much, Kalyani. Thank you for being on Walk With Me.